ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഈ ബോർഡുകളെല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്ത് ഹോൾ അടിച്ചിട്ട് ഇതെല്ലാം ഇതിൽ ഫസ്റ്റ് സ്ക്രൂ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വയറിങ് ഇവിടേക്ക് എത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് വയർ കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ ഇത് പഴയ ക്യാബിനറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്പീക്കർ സോക്കറ്റൊക്കെ ഓൾറെഡി ഇതിൽ ഉണ്ട്. പിന്നെ ഫ്രണ്ട് പാനലാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഫ്രണ്ട് പാനൽ ഇതിൻ്റെ പറ്റിയ ഫ്രണ്ട് പാനൽ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഇത് സബിൻ്റെ ആമ്പ് ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് പാനൽ കിട്ടാൻ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇത് സ്റ്റീരിയോ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഇതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ആംബിന്ന് വരുന്ന സ്പീക്കറിൻ്റെ 2 പോസിറ്റീവും പിന്നെ ഒരു ഗ്രൗണ്ടും കൂടിയിട്ട് ഇതിൽ ആംബ് എന്ന് കൊടുത്ത ഈ 3 ടെർമിനലിൽ കൊടുക്കുക. 2 സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണതാണ് ഈ 3 എണ്ണം. ഇതിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ടൊന്നും കൊടുക്കണ്ട. 2 പോസിറ്റീവ് ചാനൽ, ഈ ഇൻപുട്ട് കൊടുത്ത 2 പോസിറ്റീവ് ചാനലിൻ്റെ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നേരെ സ്പീക്കർ ടെർമിനലിലേക്ക് കൊടുക്കുക. സ്പീക്കറിൻ്റെ 2 ചാനലിലേക്ക് വേണ്ട ഗ്രൗണ്ട് നമ്മൾ നേരിട്ട് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നത്. ഇതിലേക്ക് കൊടുക്കുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കോമൺ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇൻപുട്ടിന് മാത്രം നമ്മളൊരു ഗ്രൗണ്ട് എടുത്ത് കൊടുക്കണമല്ലോ. ഔട്ട്പുട്ടിൻ്റെ 2 പോസിറ്റീവ് എടുത്തിട്ട് നേരെ സ്പീക്കർ ടെർമിനലിലേക്കും ഗ്രൗണ്ട് നമ്മുടെ പവർ ആമ്പിൽ നിന്ന് നേരെ എടുത്തിട്ട് സ്പീക്കർ ടെർമിനലിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കണക്ഷൻസ്, സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് കണക്ഷൻ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് പോകും. ഇതിൻ്റെ പവർ കൊടുക്കേണ്ടത് ഇതെങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മളെല്ലാ ബോർഡുകളും സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വയർ കട്ട് ചെയ്തിട്ട് വയറിങ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ വയർ കട്ട് ചെയ്തിട്ട് വയറിങ് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഡയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയലല്ല, ഇത് ആമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബിന് മാത്രമുള്ള ആമ്പിൻ്റെ ക്യാബിനറ്റാണ്. നമ്മളിതിൽ 2.1 ചെയ്യണം. പിന്നെ ഫാൻ ഇതിൽ ഇപ്പോൾ വയ്ക്കാനായിട്ട് സ്ഥലം ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വയറിങ്ങിൽ നോക്കാം. ആദ്യം നമുക്ക് പവർ സപ്ലൈ എന്നുള്ള കണക്ഷൻസ് കൊടുത്തിടാം. ഇത് മെയിനായിട്ട് ഇതിലേക്ക് ഈ സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് ഒരു കണക്ഷൻ വേണ്ടി വരും. പിന്നെ ഇവിടെ ഫാനിലേക്ക് ഒരു കണക്ഷൻ വേണ്ടി വരും. പിന്നെ ഈ പവർ ആമ്പിലേക്കുള്ള ഒരു കണക്ഷൻ വേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട്, ബാറ്ററിയിൽ നിന്ന് വരുന്ന ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്കുള്ള കണക്ഷനാണ്. ആ വയർ കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ഈ 3 കോർ വയർ വന്നിട്ട് നമ്മൾ മെയിൻ ആമ്പിലേക്ക് കൊടുക്കാനുള്ള പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട് എന്നുള്ള കണക്ഷനാണ്. ഇത് നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെ എല്ലാ വയറുകളും ആവശ്യമുള്ളത് കറക്റ്റായി മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വയറെല്ലാം കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് മെയിൻ പവർ ആമ്പിലേക്കുള്ള ഡ്യുവൽ സപ്ലൈ ആണ്. അത് സോൾഡർ ചെയ്തിട്ട് അതും ബാക്കിയുള്ളതൊക്കെ സോൾഡർ ചെയ്തിട്ട് ആ ബോർഡ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ബാക്കിയുള്ള വയറുകളും സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റ് പൊളാരിറ്റി മാറാണ്ട് പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം സോൾഡർ ചെയ്യാൻ. തെറ്റിപ്പോയ ആ ബോർഡ് അടിച്ചു. നമ്മൾ എല്ലാ കണക്ഷനും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് നേരെ പവർ ആമ്പിലേക്ക് വേണം ഡ്യുവൽ സപ്ലൈ. ഇത് ബാറ്ററിയിലേക്ക് വേണം സപ്ലൈ. പിന്നെ ഇത് വന്നിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ. പിന്നെ നമുക്ക് ഇത് 2 കൂടി എടുക്കാണ്ട്, ഒരു ഫാൻ്റെയും ഒരു ബ്ലൂടൂത്തിൻ്റെയും. ഇപ്പോൾ എല്ലാ കണക്ഷനും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തിരിച്ച് വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെല്ലാ വയറുകളും നമുക്കൊരു ഓർമ്മ വേണം ഏതൊക്കെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നുള്ളത്. അത് നമുക്ക് ഏറ്റവും നല്ലത് കളർ കോഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കളർ കോഡ് ഉപയോഗിച്ചാണ് എടുത്തേക്കണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ ബോർഡിലേക്കുള്ള സപ്ലൈ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ്, ഗ്രൗണ്ട്, നെഗറ്റീവ്. ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വയർ എടുത്തിട്ട് ഓരോന്നിലേക്ക് വേണ്ട കണക്ഷൻസ് കൊടുക്കാം. അടുത്തത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ കണക്ഷനാണ്. അതായത് 2 സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് മാത്രം എടുത്തിട്ട് 2 ചാനലിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ ഇൻപുട്ട് കൊടുക്കാം. തിരിച്ച് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്തിട്ട്
രണ്ട് പോസിറ്റീവ് ഔട്ട്പുട്ട് എടുത്തിട്ട് സ്പീക്കർ ടെർമിനലിൻ്റെ 2 പോസിറ്റീവിൽ കൊടുക്കുക. പിന്നെ ഒരു കോമൺ ഗ്രൗണ്ട് എടുത്തിട്ട് ആമ്പിൻ്റെ ബോർഡിൽ നിന്ന് നേരെ സ്പീക്കർ പ്രൊട്ടക്ഷനിൽ ഒരു ഗ്രൗണ്ട് കൊടുക്കുക. പിന്നെ സ്പീക്കറിൻ്റെ 2 നെഗറ്റീവ് ചാനൽ വന്നിട്ട് നേരിട്ട് സ്പീക്കർ ടെർമിനലിലേക്ക് കൊടുക്കുക. അത്രയുള്ളൂ അതിൻ്റെ കണക്ഷൻ. അടുത്ത് നമ്മൾ പവർ സപ്ലൈ ആണ് കൊടുക്കണം. പവർ സപ്ലൈ ശരിക്കും ഇതിൽ 12 AC ആണ് ഇവർ അതിൽ മാർക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇത് SMBS ആയതുകൊണ്ട് ഇതിന് AC കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു 12 വോൾട്ട് 0.12 എടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ AC ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൽ 2 ഡയോഡായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഒരു ഗ്രൗണ്ടും 2 ഡയോഡായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രൗണ്ടും ഏതെങ്കിലും ഒരു ഡയോഡിലേക്ക് പോസിറ്റീവ് സപ്ലൈയും കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ കണക്ഷൻസ് വയറൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോർഡ് തിരിച്ചിട്ട് സ്ക്രൂ ചെയ്യാം. അടുത്ത് വന്നിട്ട് നമ്മൾ ഈ BT ബോർഡിൻ്റെ കണക്ഷനാണ് ഇനി കൊടുക്കേണ്ടത്. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പോലെയുള്ള വയറിങ്ങുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണക്ഷൻ കൊടുക്കാം. ഫസ്റ്റ് പവർ സപ്ലൈ, പിന്നെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെ ബാസ്, ട്രിബിൾ, ഇത്രയും കണക്ഷൻസ് ഇതിൽ കൊടുക്കണം. നമുക്കത് കണക്ട് ചെയ്തിട്ട് നോക്കാം. ഇത് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, ബാസ്, ട്രിബിൾ, പിന്നെ പവർ സപ്ലൈയുടെ നെഗറ്റീവ്, ഗ്രൗണ്ട്, പോസിറ്റീവ് എല്ലാം ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ വയറ് കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ വയറ് നേരിട്ടിട്ട് നമ്മൾ വോളിയം കൺട്രോളിലേക്ക് ഗ്രൗണ്ട് എടുത്ത് കൊടുക്കരുത്. 2 ചാനൽ മാത്രം എടുത്തിട്ട് വോളിയം കൺട്രോളിലേക്ക് കൊടുത്തിട്ട് ഔട്ട്പുട്ടിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് നേരെ ആമ്പിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ആമ്പിൽ നിന്നാണ് ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ വോളിയം കൺട്രോളറിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കേണ്ടത്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത് നമുക്ക് വേണ്ടത് ബ്ലൂടൂത്തിലേക്കുള്ള 5 വോൾട്ടാണ്. അതിനുള്ള 7805ൻ്റെ റെഗുലേറ്റർ AC ആണ് നമ്മളിപ്പോൾ അവിടെ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ട് അതിനുള്ള വയറിങ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനുള്ള വയറിങ് നമ്മൾ എടുക്കുന്നത് ഈ SMBS തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ SMBS ഓപ്പൺ ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് രണ്ടാമത് അത് ഇപ്പോൾ അഴിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഈ SMBS എനിക്ക് ഊരിയിട്ട് ഈ ബ്ലൂടൂത്തിനും ഫാനും വേണ്ട 12 വോൾട്ട് എടുത്തിടണം. നമ്മൾ രണ്ടാമത് ഒരു ഇരട്ടിപ്പണി ചെയ്ത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സബിനുള്ള ഔട്ട് എടുത്ത് കൊടുക്കുകയാണ്. സബിനുള്ള ഔട്ട് കൊടുക്കുന്നത് നമ്മൾ BT ബോർഡിൽ ഇൻപുട്ട് കൊടുത്തിട്ടുള്ള അതേ കണക്ഷനിൽ നിന്ന് തന്നെ പാരൽ ചെയ്തിട്ട് 2 ചാനലിൽ ഒരു ഗ്രൗണ്ട് എടുത്തിട്ട് നേരെ ബാക്കിൽ RC സോക്കറ്റിൽ കൊടുക്കും. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ വന്നിട്ട് ബാസ് ട്രിബിളിൻ്റെ കൺട്രോളറിലേക്കുള്ള വോളിയം കൺട്രോളറിലേക്കുള്ള കണക്ഷനാണ്. ബാസ്, ട്രിബിൾ, പിന്നെ വോളിയം 2 ചാനൽ വോളിയം, ഈ ഇതിനുള്ള വോളിയം കൺട്രോളറുകൾക്കുള്ള കണക്ഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ബേസ് ട്രിബിളിൻ്റെ കണക്ഷൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നോക്കി കണക്ട് ചെയ്താൽ മതി. പിന്നെ മെയിൻ വോളിയം കൺട്രോളറിൻ്റെ കണക്ഷനാണ് കുറച്ചൊരു ഡിഫിക്കൽട്ട് വരാൻ സാധ്യതയുള്ളത്. ഒന്നുമില്ല, വോളിയം കൺട്രോളറിലേക്ക് ഉള്ള കണക്ഷൻ വരുന്നത് BT ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്. BT ബോർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ വരുന്ന കണക്ഷൻ വന്നിട്ട് വോളിയം കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള കണക്ഷനാണ്. 2 ചാനൽ പ്ലസ് ഗ്രൗണ്ട് എടുത്തിട്ട് നമ്മൾ വോളിയം കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കണം. ഈ ബ്ലൂടൂത്തിൻ്റെ കണക്ഷനാണ്. ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ BT ബോർഡിലേക്കുള്ള ഇൻപുട്ടിലെ വയറായിട്ട് മെർജ് ചെയ്യിക്കുക. അതുപോലെ തന്നെ 5 വോൾട്ട് കൊടുക്കാനുള്ള ഒരു കണക്ഷനും ഉണ്ടാവും BTയിൽ. അതെടുത്തിട്ട് നേരെ നമ്മുടെ റെഗുലേറ്റർ IC നിന്ന് വരുന്ന 2 വയറായിട്ട് നെഗറ്റീവ് പോസിറ്റീവായിട്ട് മെർജ് ചെയ്യിക്കുക. അത്രയുള്ള അതിൻ്റെ കണക്ഷൻ.
അപ്പോൾ നമ്മുടെ ആമ്പിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്പീക്കറിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ബോർഡ് വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. അതിനായിട്ട് ഒരു DC വോൾട്ട് എടുത്തിട്ട് ഒന്ന് ഔട്ട്പുട്ടിൽ ടച്ച് ചെയ്താൽ മതി. വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ കത്തിയതാണ് ആ ഗ്രീൻ ലൈറ്റ് കത്തിയത്. അപ്പോൾ കണ്ടിന്യൂസ് വയ്ക്കാൻ പാടില്ല, ചെയ്തിട്ട് എടുക്കാം. കണ്ടിന്യൂസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂടുതൽ പരീക്ഷണത്തിൽ നിൽക്കണ്ട വേണം. തൊടുമ്പോൾ ഓൾറെഡി പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ DC പിടിക്കുമ്പോൾ തിരിച്ചത് ഓണാവുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മുടെ BT ബോർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചെക്ക് ചെയ്തപ്പോൾ അതിലൊരു കംപ്ലയിൻറ്റ് കാണിച്ച് നമ്മൾ കുറേ നോക്കിയപ്പോൾ വേറെ കംപ്ലയിൻറ്റുകളൊന്നും കാണുന്നില്ല. മെയിനായിട്ട് ഇതിൻ്റെ 2 IC ആണ്, ഈ 4552 2 IC ആണ് പോയേക്കണത്. ഒരു IC കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 3 IC മാറ്റിയപ്പോൾ ആ IC ബേസ് ഇട്ടിട്ടാണ് നമ്മൾ പുതിയ IC ഫിറ്റ് ചെയ്തേക്കണം. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ IC മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സോൾഡറിങ് ഡീസോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതിൽ ചെക്ക് ചെയ്തതിൽ നമുക്ക് കിട്ടിയത് ഒരു റെസിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അഴിച്ചുപണി നടത്തി വീണ്ടും പണിതിട്ട് ഓൾറെഡി നമുക്കറിയാവുന്ന BT കംപ്ലൈൻ്റ് ആണ്. പക്ഷെ നമ്മളെല്ലാം വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കംപ്ലൈൻറ്റുകളൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷെ വർക്ക് ചെയ്തത് ഇപ്പോൾ ബോക്സിലല്ലാതെ വേണം സ്പീക്കറിൽ. നമുക്കിത് സെറ്റ് ചെയ്യണം. നമ്മുടെ സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ സോണിയുടെ ഓയിൽ സ്പീക്കർ പറഞ്ഞില്ലേ, അത് 2 പഴയ സ്പീക്കറാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചെക്കിങ് വീഡിയോ നമുക്കൊന്ന് അടുത്ത് ഇടാവുന്നതാണ്. वीडियोस बनाने हैं, फिल्मोरा है ना।